പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുകയാണ്. കേരളത്തിലെ ക്ഷേത്ര നഗരത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം പലതരത്തിൽ ക്ഷേത്രത്തിന് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ വി കെ വിജയനാണ്, ദേവസ്വം ചെയർമാൻ. നമസ്കാരം സർ. വലിയ പ്രതീക്ഷയോടെയാണല്ലോ പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുൻപിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്ര നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ കാലത്തും പ്രധാനമന്ത്രിമാരുടെ വരവ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ ഉണർത്തുന്നതാണ്. ഞാൻ പ്രത്യാശയുമെന്ന് പറയാൻ കാരണം, മുമ്പ് തന്നെ പല രീതിയിലും നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലുള്ള വിശിഷ്ടാതിഥികളുടെ ആഗമനത്തോടുകൂടി സഫലീകരിക്കാൻ ഗുരുവായൂരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോഴ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് ഗുരുവായൂരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേങ്ങാട് ഗോശാല, 1500ഓളം പശുക്കളെ അധിവസിപ്പിച്ചിട്ടുള്ള വലിയൊരു ഗോശാലയാണ്. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുകയോ വേണ്ടത്ര പുരോഗതി കൈവരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആ ഗോശാലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു DPR ഇപ്പോഴും തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ തയ്യാറാക്കി കഴിഞ്ഞിട്ടുള്ള DPR പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഒരു പരിഗണനാർഹമായിട്ടുള്ള ഒരു വിഷയമാണെന്നാണ് ഭരണസമിതിക്ക് തോന്നിയിട്ടുള്ളത്. ഭരണസമിതി ആ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അവിടെ എന്താണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ? ഇപ്പോഴത് 3 കുന്നുകളുടെ ഒരു സമാഗമം പോലുള്ള ഒരു 100 ഏക്കറുള്ളൊരു സ്ഥലമാണ്. അവിടെ വേണ്ടത്ര വെള്ളത്തിൻ്റെ സൗകര്യമില്ല, പശുക്കൾക്ക് വേണ്ടത്ര ഷെഡില്ല, ഉള്ള പശുക്കളെ തന്നെ നേരാവണ്ണം സംരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളില്ല. അതൊക്കെ മാറ്റിയിട്ട് അതൊരു ഹൈടെക് ഫാമാക്കിയിട്ട് മാറ്റണം എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെയൊക്കെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കിയിട്ട് പരിണമിപ്പിക്കുവാനും, ഈവൻ പശുവിൻ്റെ ചാണകം പോലും ഗുരുവായൂരിൻ്റെ ലേബിളിൽ തന്നെ അത് കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ട് കൃഷിക്കാർക്ക് വിതരണം ചെയ്യാനും ആ രീതിയിലൊക്കെയുള്ള ഗോപൂജയ്ക്കുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാക്കുവാനും ഒക്കെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുള്ള? ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഒരു 10,000-കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പ്രസാദോട്ട് കഴിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴും പ്രസാദോട്ട് നൽകി വരുന്ന അന്നലക്ഷ്മി മണ്ഡപം വേണ്ടത്ര സൗകര്യമില്ലാത്തതും വേണ്ടത്ര വൃത്തിയുള്ളതുമാണെന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കില്ല. അത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വന്ന് നല്ല സൗകര്യപ്രദമായിട്ട് ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു നല്ല അന്നലക്ഷ്മി മണ്ഡപം പണിയണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടി ഉണ്ട്. അതും ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അതിനുള്ള സാഹചര്യവും കൂടി അന്വേഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. പക്ഷെ ഇവിടേക്ക് എത്തുന്നതിന് റെയിൽവേ സൗകര്യങ്ങൾ അല്പം കുറവാണെന്നുള്ള പരാതി എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ്. ഇക്കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുമോ കൂടുതൽ എന്തെങ്കിലും? തീർച്ചയായും. ഗുരുവായൂർ കോവിഡിന് മുമ്പ് ഗുരുവായൂരിൽ വന്നു ചേർന്നിരുന്ന പല വണ്ടികളും കോവിഡ് കാലത്ത് നിർത്തലാക്കപ്പെടുകയുണ്ടായി. ആ വണ്ടികളെല്ലാം പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, ആ വണ്ടികളൊക്കെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. കൂടാതെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലുള്ള വലിയ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ഗുരുവായൂരിനെ ബന്ധപ്പെടുത്തുന്ന പിൽഗ്രിം സെൻറ്റേഴ്സിനെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ വികസനം സാധ്യമാവണമെങ്കിൽ ഇപ്പോഴ് ഇവിടെ വന്ന് അവസാനിച്ച് നിൽക്കുന്ന റെയിൽവേ ലൈൻ ഷൊർണൂരുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വർക്ക് ഇതിനു മുമ്പും ഒരുപാട് പലതരത്തിലുള്ള പ്രോജക്റ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. തിരൂരുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും താനൂരുമായിട്ട് ബന്ധിപ്പിക്കണം, അതല്ല തിരുനാവായുമായിട്ട് ബന്ധിപ്പിക്കണം എന്നൊക്കെയുള്ള പ്രപ്പോസലുകൾ ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്നുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെ ഒരു ജംഗ്ഷൻ എന്നുള്ള രീതിയിൽ പഴയ കാലം മുതൽക്ക് തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഷൊർണൂരുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ നോർത്തിൽ നിന്നൊക്കെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വരാനും ആ രീതിയിൽ ഗുരുവായൂർ നഗരത്തിൻ്റെ ഒരു വലിയ ഒരു നവീകരണത്തിനും ഉണർവിനും അത് പ്രതീക്ഷയേകുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം രാജ്യത്തിൻ്റെ ശ്രദ്ധ ഗുരുവായൂരിൽ കൊണ്ടുവരുന്നതിനൊപ്പം ഗുരുവായൂരിൽ
ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയായിട്ട് കൂടി കാണുന്നു അല്ലേ? യെസ്, ഇതോടുകൂടി ഗുരുവായൂരിലും ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഭരണസമിതി വിലയിരുത്തുന്നത്. അങ്ങനെ വലിയ ഒരുക്കങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ അറിയാം, നമ്മളെ നിയന്ത്രണങ്ങളും നമ്മുടെ കയ്യിലല്ല. എങ്കിൽ പോലും ആളുകൾ ചോദിക്കുകയാണ്, അന്നേ ദിവസം വിവാഹങ്ങൾ എന്തെങ്കിലും സമയം മാറ്റി വെക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? അങ്ങനെ അത്രയേ ഉള്ളൂ, സമയം മാറ്റിവെക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഗുരുവായൂർ നഗരത്തിൽ എത്തിച്ചേരുന്ന ആ സമയത്ത് ഉള്ള വിവാഹങ്ങളിൽ ചില സമയക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരു വിവാഹവും പൂർണ്ണമായും മാറ്റിവെക്കാൻ ദിവസം തീരുമാനിച്ചു. ഗുരുവായൂരിൽ മുഹൂർത്തം പ്രശ്നമല്ല എന്നാണ് ഞാൻ പലരും കേട്ടറിഞ്ഞത്. കാലാകാലമായിട്ട് ഞാനും അങ്ങനെ തന്നെയാണ്. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നടത്തുന്ന വിവാഹങ്ങൾക്ക് മുഹൂർത്തം നോക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും ഈ തിരക്കിലേക്കാണല്ലോ ഇനി അദ്ദേഹത്തിന്റെ വരവിന് മുന്നോടിയായിട്ടുള്ള തിരക്കുകൾ ഒരുപാടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്നലെ തന്നെ SPG ഇവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവസ്വം ചെയ്യേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആ നിർദ്ദേശങ്ങളനുസരിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സദാ ജാഗരൂകരാണ് ഞങ്ങളുടെ ടീം. വളരെ നന്ദി, ഇത്രയും നേരം ഞങ്ങളോട് ഇത്രയും കാര്യം പങ്കുവച്ചതിന്. എന്താണെങ്കിലും ഗുരുവായൂരിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒരു സന്ദർശനമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്നാണ് ഡോക്ടർ VK വിജയൻ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, News 18.